ഇന്നത്തെ എഡിറ്റോറിയൽ നോക്കാം. ഓവർലി ഡിഫറൻഷ്യൽ വൈൽ അപ്ഹോൾഡിംഗ് ഡിമോണിറ്റൈസേഷൻ SC ഫെയിൽ ടു ഹോൾഡ് ഗവൺമെൻറ് അക്കൗണ്ടബിൾ. അപ്പോൾ ഇതെന്തുമായി ബന്ധപ്പെട്ട എഡിറ്റോറിയലാണ്? ഡിമോണിറ്റൈസേഷൻ എക്സസൈസ് വാലിഡ് ആണോ അല്ലയോ എന്ന് പറഞ്ഞ് ഒരു വിധി വന്നിട്ടുണ്ട്. വാലിഡ് ആണെന്നും കോൺസ്റ്റിറ്റ്യൂഷണലി യാതൊരു കുഴപ്പമില്ലാത്തൊരു എക്സസൈസ് ആയിരുന്നു എന്നും അതിന് പ്രത്യേകിച്ച് ഗവൺമെൻറ്റിനെ അക്കൗണ്ടബിൾ ആക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ സുപ്രീം കോടതി വിധി വന്നത്. അതുമായി ബന്ധപ്പെട്ട അനാലിസിസാണ് ഇന്ന് ഓവർലി ഡിഫറൻഷ്യൽ എന്ന തലക്കെട്ടോടുകൂടിയുള്ള എഡിറ്റോറിയൽ പറയുന്നത്. It is oft repeated judicial view that the courts must defer to the elected government's judgment in matters of economic and social policy. ഇതിൽ പറഞ്ഞിരിക്കുന്നത് എക്കോണമിക് ആൻഡ് സോഷ്യൽ പോളിസി, ഇതിപ്പോൾ ഒരു ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്നൊരു സ്ട്രക്ചറൽ ചേഞ്ചാണ്, ഒരു എക്കോണമിക് പോളിസിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പോളിസികളിൽ പൊതുവിൽ നമ്മൾ പറയുന്നത് എന്താണ്? സുപ്രീം കോടതി ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇടപെടാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഈ പറഞ്ഞ പാർലമെൻറ്റിൻ്റെ സ്ട്രെങ്ത്ത്, പാർലമെൻറ്റ് എന്ന് പറയുന്ന ലെജിസ്ലേറ്റീവ് ബോഡി അതിൻ്റെ ഫംഗ്ഷൻ നിർവഹിക്കുമ്പോൾ പൊതുവേ എന്താണ് ചെയ്യുക? സുപ്രീം കോടതി അങ്ങനെയുള്ള പോളിസി മാറ്റേഴ്സിൽ ഇടപെടില്ല. ഇങ്ങനൊരു പോളിസി മാറ്ററാണ് നോട്ട് നിരോധനം അഥവാ ഡിമോണിറ്റൈസേഷൻ എക്സൈസ് എന്ന് പറയുന്നത്. ദർ ഇൻ്റർവെൻഷൻസ് ആർ യൂഷ്വലി ലിമിറ്റഡ് ടു ഇൻസ്റ്റൻസസ് ഫോർ ദ എക്സിക്യൂട്ടീവ് ഡിസിഷൻസ് ആർ പാൽപ്പബിളി ആർബിട്രറി ഓർ പേറ്റൻ്റ്ലി ഇല്ലീഗൽ. അപ്പോൾ ഇല്ലീഗലായിരിക്കുന്ന കാര്യങ്ങൾ മാത്രം, അല്ലെങ്കിൽ ഒരു ജനറൽ പബ്ലിക്കിന് തീരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് മാത്രമേ എന്തുള്ളൂ സുപ്രീം കോടതി ഇടപെടുള്ളൂ. ഇൻ ദിസ് ബാക്ക്ഡ്രോപ്പ് ഇറ്റ് ഈസ് നോ സർപ്രൈസ് ദാറ്റ് the 4 of the 5 judges on the Constitution bench of the Supreme Court deferred to the government's wisdom in dramatically announcing the move on November 8, 2016 to demonetize all 500 and 1000 notes that were in circulation. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ പറയുന്ന 500,000 രൂപ പിൻവലിച്ചത് കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് ആണെന്ന് പറയുന്നത്. കാരണം എന്താ? ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസിയാണ്, ഒരു എക്കണോമിക് പോളിസിയാണ്. അതിന് പാർലമെൻ്ററി റൈറ്റ് ഉണ്ട് അങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ, അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ കൊണ്ടുവരാൻ. അപ്പോൾ ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് ഇങ്ങനെ എക്കണോമിക് പോളിസിയൊക്കെ ആയതുകൊണ്ട് തന്നെ സുപ്രീം കോടതി മനഃപൂർവ്വം ഇടപെടുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇൻ്റർഫിയർ ചെയ്യേണ്ട എന്ന രീതിയിൽ ഇടപെടുന്നില്ല. അതുകൊണ്ട് തന്നെ ആർബിട്രറി ആണോ അല്ലയോ എന്നത് പരിശോധിച്ചില്ല എന്ന് വേണം പറയാൻ. ദ സ്കോപ്പ് ഓഫ് ജുഡീഷ്യൽ ഇൻ്റർവെൻഷൻ വാസ് ഓൺലി ടു എക്സാമിൻ ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്, ബട്ട് ദ മെജോറിറ്റി ഹാസ് ഗിവൺ ഇറ്റ്സ് അൺക്രിട്ടിക്കൽ എൻഡോഴ്സ്മെൻറ്റ് ടു ദ പ്രോസസ് ടേമിങ് ഇറ്റ് ടു ബി ഫ്രീ ഓഫ് ഫ്ലോസ്. അപ്പോൾ തെറ്റുകളില്ലാത്തൊരു പ്രോസസ്സാണെന്നും അതിൻ്റെ ഇൻറ്റൻഷൻസ് ശരിയാണെന്നുമാണ് സുപ്രീം കോടതി പറയുന്നത്. അപ്പോൾ എന്താണപ്പം അപ്ഹോൾഡ് ചെയ്തിരിക്കുന്നത് സുപ്രീം കോടതി? ഇറ്റ് ഹാസ് അപ്ഹെൽഡ് ദ ഗവൺമെൻറ്റ്സ് പവർ ടു ഡിമോണിറ്റൈസ് നോട്ട്സ് വിത്തൗട്ട് ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് ആൻഡ് ആക്സെപ്റ്റഡ് ദ ക്ലെയിം ദാറ്റ് ദർ വാസ് ആഡിക്വേറ്റ് കൺസൾട്ടേഷൻ ബിറ്റ്വീൻ ദ യൂണിയൻ ഗവൺമെൻറ് ആൻഡ് ദി RBI. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഗവൺമെൻറ്റിന് ഒരു തരത്തിലും റെസ്ട്രിക്ഷൻ ഇല്ല അങ്ങനെ ഒരു കാര്യം കൊണ്ടുവരുന്നുണ്ട്. അതായത് ഡിമോണിറ്റൈസേഷൻ എക്സൈസ് ഡിമോണിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടി 500,000 രൂപ എടുത്ത് കളയുന്ന ഡിസിഷൻ എടുക്കുന്നതിൽ ഗവൺമെൻറ്റിന് യാതൊരു തരം റെസ്ട്രിക്ഷനും ഇല്ല. അതുമാത്രമല്ല, യൂണിയൻ ഗവൺമെൻറ് RBI ആയിട്ട് കൺസൾട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് കൺസൾട്ട് ചെയ്തില്ല എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനൊരു വലിയ എക്കോണമിക് ആയിട്ടുള്ള ഒരു പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് കൺസൾട്ട് ചെയ്യാൻ സമയം ഉണ്ടായിരുന്നില്ല. 24 മണിക്കൂറിനിടയിലാണ് ഇങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്തത് എന്നാണ് പറയുന്നത്. പക്ഷേ യൂണിയൻ ഗവൺമെൻറ് ഇപ്പോൾ ക്ലാരിഫൈ ചെയ്തിരിക്കുകയാണ്, 6 മാസം മുമ്പ് തന്നെ RBI ആയിട്ട് കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. While there are observations that they recognize the possibility of hardship that the demonetization may have ultimately been a failure, there are limited by context to say neither individual suffering nor errors of judgment can be cited to invalidate the action. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ ഓപ്പോസ് ചെയ്യേണ്ടത്? ഇൻവാലിഡ് ആണെന്ന് പറയേണ്ടത്, അല്ലെങ്കിൽ ഇത് ഇല്ലീഗൽ ആണെന്നോ ഇൻവാലിഡ് ആണെന്നോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണലി കറക്റ്റ് അല്ല എന്ന് പറയേണ്ടത്? ആൾക്കാരുടെ ഹാർഡ്ഷിപ്പ്, ഉദ്ദേശിക്കുന്നതിൻ്റെ ഔട്ട്കം, ഇത് രണ്ടും സുപ്രീം കോടതി കൺസിഡർ ചെയ്തില്ല. അപ്പോൾ ഹാർഡ്ഷിപ്പ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ സഫറിംഗ് ആണ്. ഇപ്പോൾ ഇങ്ങനൊരു നോട്ട് നിരോധനം പെട്ടെന്ന് ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതലുള്ള ഒരു ജനറൽ പബ്ലിക് എത്രമാത്രം ബുദ്ധിമുട്ടി എന്നുള്ളതാണ് ഹാർഡ്ഷിപ്പ് എന്ന് പറയുന്നത്, ഇൻഡിവിജ്വൽ ഹാർഡ്ഷിപ്പ്. അത് കണക്കാക്കിയില്ല. മാത്രമല്ല ഔട്ട്കം, ഇതിനെക്കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായിരുന്നു എന്നുള്ള ഔട്ട്കമ്മും കണക്കാക്കിയില്ല. എന്താണ് കണക്കാക്കിയിരുന്നത്? അതിൻ്റെ ഇൻറ്റൻഷൻ, ബ്ലാക്ക് മണി ഹോർഡിങ് അല്ലെങ്കിൽ ടെററിസ്റ്റ് ഫണ്ടിങ് ഒക്കെ നിർത്താൻ വേണ്ടിയാണ് ഈ പറയുന്ന ഡിമോണിറ്റൈസേഷൻ എക്സസൈസ് നടത്തിയത് എന്ന ഇൻറ്റൻഷൻ, ഉദ്ദേശശുദ്ധി നല്ലതായതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് ആണെന്നാണ് അപ്പീൽ ചെയ്തിരിക്കുന്നത്. There was a legitimate purpose, unearthing fake currency and hoarded wealth and combating terror funding. There was a nexus between the action of the objectives. Court did not have the expertise to suggest as a less intrusive way of achieving these objectives. അപ്പോൾ എന്താണ് ഇതിൽ പറഞ്ഞത്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എന്തിൻ്റെ നെക്സസ് ആണ്? നെക്സസ് എന്ന് പറഞ്ഞ ബന്ധം എന്തിൻ്റെ നെക്സസ് ആണ്? ഉദ്ദേശിക്കുന്ന കാര്യം നല്ലതാണ്. അതുപോലെ തന്നെ അതുകൊണ്ടാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ലെജിറ്റിമേറ്റ് ആണ്, അതുപോലെ തന്നെ ലോജിക്കലാണ്. അതുകൊണ്ട് തന്നെ അത് കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് ആണ്. ഹവർ ഇറ്റ് ഡസ് നോട്ട് പ്രോപ്പർലി അഡ്രസ് ദ ക്വസ്റ്റ്യൻ ഓൺ വെദർ ദ അഡ്വേഴ്സ് കോൺസിക്വൻസസ് കുഡ് ഹാവ് ബീൻ ലിമിറ്റഡ്. അപ്പോൾ ഇതിൻ്റെ അഡ്വേഴ്സ് കോൺസിക്വൻസസിനെ കുറിച്ച് സുപ്രീം കോടതി എവിടെയും ഡിസ്കസ് ചെയ്യുന്നില്ല.
It is so unfortunate that the court had nothing critical to say about the government failing to anticipate the ruinous effect of extinguishing the value of 86% of available currency ആൻഡ് ഇമ്മൻസ് മിസറീസ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു പരാമർശം പോലും ഗവൺമെൻറ് നടത്തിയില്ല. അതായത് ഇൻഡിവിജ്വൽ മിസറീസ് ഉണ്ട്, അതുപോലെ തന്നെ ഹെക്റ്റിക് ആയിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സുപ്രീം കോടതി പറഞ്ഞില്ല. ഈ വിധി തന്നെ BV നാഗരത്ന എന്ന് പറയുന്ന ജഡ്ജ് ഇതിനെ എതിർത്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഫ്ലോഡ് ആയിരുന്നെന്നും RBIൻ്റെ അപ്രോച്ച് ചെയ്യാതെ കാര്യങ്ങൾ ചെയ്തു എന്നും ഒക്കെയാണ് BV നാഗരത്നാസ് കമൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ 4:1 ആ മെജോറിറ്റി വിധി എന്ന് പറയുന്നത് 4 പേര് അനുകൂലിക്കുകയും ഒരാൾ മാത്രം BV നാഗരത്ന എന്ന് പറഞ്ഞ ജഡ്ജ് മാത്രം പ്രതികൂലിക്കുകയും ചെയ്ത ഒരു വിധിയാണിത്. ഇൻ എ ലാർജർ സെൻസ് ഓഫ് കോഴ്സ് എ ജുഡീഷ്യൽ റാപ്പ് ഓൺ പോളിസി ക്വസ്റ്റ്യൻസ് മാറ്റേഴ്സ് ലിറ്റിൽ ബട്ട് ഇറ്റ് മൈറ്റ് ഗിവ് ഗവൺമെൻറ്റ്സ് കോസ് ഫോർ പോസ് ബിഫോർ ഇംപ്ലിമെൻറ്റ് ഡിസിഷൻസ് വിത്ത് ഫാർ റീച്ചിങ് കോൺസിക്വൻസസ് ഫോർ ദ പീപ്പിൾ. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കൺക്ലൂഷൻ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു പോളിസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സുപ്രീം കോടതിൻ്റെ ഇടപെടൽ കുറവായിരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആർബിട്രറി ആണെന്ന് തോന്നിയാൽ ചില കാര്യങ്ങൾക്ക് എന്താ പറയുക, ഒരു എക്സ്റ്റെൻറ്റ് വെച്ച് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഡിമോണിറ്റൈസേഷൻ തന്നെ പറയാം. അപ്പോൾ അതിൻ്റെ ഹാർഡ്ഷിപ്പ്, അതിൻ്റെ ബുദ്ധിമുട്ട്, അതിൻ്റെ ഔട്ട്കം, അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഗവൺമെൻറ്റിൻ്റെ പോളിസി ആയതുകൊണ്ട് മാത്രം അതിനെ ക്രിട്ടിസൈസ് ചെയ്യാതെ മാറി നിന്ന് കഴിഞ്ഞാൽ ഇനിയും ഒരു ഇംപ്ലിമെൻറ്റേഷൻ വരുമ്പോൾ എന്തു പറ്റും? ഇതുപോലെ ആർബിട്രറി ആയിട്ടുള്ള ഡിസിഷൻസ് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി പോളിസി മാറ്റേഴ്സിലാണെങ്കിലും അത് കൃത്യമായിട്ടല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇടപെടുകയാണ് വേണ്ടത്. കാരണം മുമ്പോട്ടുള്ള ഇംപ്ലിമെൻറ്റേഷനെയും അത് ബാധിക്കും.